അന്ന ഭാഗം 9. തീപാറുന്ന കണ്ണുകളുമായി തന്നെ ലക്ഷ്യമാക്കി നടന്നു വരുന്ന ആ രൂപത്തെ നേരിടാനാകാതെ അവൾ ഭയത്തോടെ മുഖം കുനിച്ചു. തൻ്റെ നിർജീവമായ ചുവടുകളെ ശക്തമാക്കി പിന്നിലേക്ക് നടക്കാൻ ശ്രമിച്ചു. പക്ഷെ തൊട്ടു പിന്നിലായുള്ള ചുവരിൽ തട്ടി അവൾ നിശ്ചലമായി. വിജനമായ ഈ ക്ലാസ് മുറികളിലും വരാന്തകളിലും തന്നെ ആരും രക്ഷിക്കാൻ വരില്ലല്ലോ എന്നത് അവളിൽ ഭയം നിറച്ചു. അവൻ അവളുടെ തൊട്ടരികിലേക്ക് വന്നു നിന്നു. അവൻ്റെ ചുടു നിശ്വാസമേറ്റ് മുഖത്ത് വീണ് കിടന്ന അവളുടെ മുടിയിഴകൾ ഇരുവശത്തേക്കും പറന്നു. ഭയത്തോടെ നിൽക്കുന്ന അന്നയുടെ മുഖത്തേക്ക് അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. മുന്നിലൊരു മാലാഖ നിൽക്കുന്നത് പോലെ അവന് തോന്നി. ഒരു കുളിർക്കാറ്റ് അവരെ തഴുകി കടന്നുപോയി. അവളുടെ നിഷ്കളങ്കമായ മുഖം അവനിലെ അഗ്നിയെ ഒരൽപ്പം ശമിപ്പിച്ചു. അവളുടെ നിസ്സഹായ അവസ്ഥയെ മനസ്സിലാക്കിയ അവൻ പെട്ടെന്ന് സ്വബോധം വന്നതുപോലെ പിന്നിലേക്ക് അകന്നു മാറി. ഇവിടെ നടന്നതൊന്നും നീ കണ്ടിട്ടില്ല? അല്ല, ഇനി കണ്ടതായ ആരോടെങ്കിലും പറഞ്ഞ ഈ ഫെലിക്സ് ആരാണെന്ന് നീ അറിയും. രോക്ഷത്തോടെ അലയടിച്ച ആ വാക്കുകൾ കേട്ടുകൊണ്ട് അന്ന മിഴികൾ തുറന്നു. അപ്പോഴേക്കും അവൻ അവളുടെ മുന്നിൽ നിന്നും നടന്നകന്നിരുന്നു. കൺമുന്നിൽ സംഭവിച്ചതൊക്കെ ഒരു ചിത്രം പോലെ അന്നയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. മുൻപ് കോളേജിൽ നടന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളുമായി ഈ അക്രമത്തിന് ബന്ധമുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. രാവിലെ വന്നപ്പോൾ സീനിയേഴ്സിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇന്നെന്തോ അടി നടക്കാനുള്ള സാധ്യത പറഞ്ഞിരുന്നു. അപ്പോൾ അതായിരിക്കും ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ അരങ്ങേറിയത്. അപ്പോൾ സസ്പെൻഷൻ കഴിഞ്ഞ് വന്ന ഫെലി എന്ന ആളായിരിക്കുമോ ഇപ്പോൾ കണ്ട ഫെലിക്സ്? ഒരുപാട് സംശയങ്ങൾ അന്നയുടെ മനസ്സിൽ അലയടിച്ചു. ഒരു നിമിഷം വരാന്തയ്ക്ക് താഴെ അടികൊണ്ട് രക്തം വാർന്നു കിടക്കുന്ന ആളിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു. ആരായാലും ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇവൻ്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. കൺമുന്നിൽ നിന്നും ഉപേക്ഷിച്ചു പോകാൻ അവൾക്ക് മനസ്സ് വന്നില്ല. ഓരോ ജീവൻ്റെയും വില അത് വളരെ വലുതാണ്, അവൾ ഓർത്തു. പെട്ടെന്ന് തന്നെ അവൾ വരാന്തയിൽ നിന്നും താഴെ ഇറങ്ങി അയാളുടെ അരികിലേക്ക് ചെന്നു. നേരിയ ഞരക്കങ്ങൾ പുറത്തേക്ക് കേൾക്കാം. വേദന കൊണ്ട് പുളയുകയാണ്. ആ കാഴ്ച അവളെ ഉലച്ചു. ഉടനെ തന്നെ ആരോടെങ്കിലും ഈ കാര്യം അറിയിക്കണം. ഇയാളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ അവൾ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് അതിവേഗം ഓടി. അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ തുടക്കം മുതലുള്ള കാര്യങ്ങളൊന്നും പറയാതെ ആരോ അക്രമത്തിനിരയായി ചോരവാർന്നു കിടക്കുന്നു എന്ന് മാത്രമേ അവൾ അറിയിച്ചിരുന്നുള്ളൂ. ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ നിന്നും 2 നീലക്കണ്ണുകൾ അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് സമയം കൊണ്ട് തൻ്റെ മുന്നിൽ അരങ്ങേറിയ സംഭവങ്ങൾ അവളെ മാനസികമായി തകർത്തു. ഇനി എന്തൊക്കെ ഇതിന് പിന്നാലെ തന്നെ തേടി വരുമെന്നറിയാതെ അവൾ കോളേജ് ഗേറ്റ് കടന്ന് പുറത്തേക്കിറങ്ങി. ഹേമയോട് കണ്ട കാര്യങ്ങളൊന്നും പറയാൻ പോലും അവൾ കാത്തുനിന്നില്ല. ഓർഫനേജിൽ തിരികെ എത്തിയിട്ടും അവളുടെ മനസ്സിൽ നിന്നും ഇന്ന് നടന്ന കാര്യങ്ങളൊന്നും മാഞ്ഞിരുന്നില്ല. കോളേജിലെ ആദ്യത്തെ ദിവസത്തെപ്പറ്റി ചോദിച്ച അമലാമ്മയോട് അവൾ പുഞ്ചിരി വരുത്തി നന്നായിരുന്നു എന്ന് മറുപടി പറഞ്ഞു. കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് അവരെ കൂടി വിഷമിപ്പിക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. തൊട്ടടുത്ത ദിവസം അവൾ പേടിച്ചാണ് കോളേജിലേക്ക് പോയത്. പക്ഷെ വിചാരിച്ച പോലെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഹേമയോട് ഇന്നലെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പക്ഷെ ആരാണ് എന്താണെന്നൊന്നും അവൾ ഹേമയോട് വിശദീകരിച്ചില്ല. ആ കാര്യങ്ങളെല്ലാം അവളിൽ ഞെട്ടലുണ്ടാക്കി. പിന്നീട് കഴിഞ്ഞ ദിവസം നടന്ന പ്രശ്നത്തെപ്പറ്റി ആരും ഒന്നും പറഞ്ഞറിഞ്ഞില്ല. പക്ഷെ അക്രമത്തിന് ഇരയായ ആളുടെ അവസ്ഥ എന്താണെന്നറിയാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ടാകാം ക്ലാസ്സിലും മറ്റു കുട്ടികളൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അവൾ കേട്ടില്ല. പതിയെ പതിയെ അവൾ ആ സംഭവം മറന്നു തുടങ്ങി. സാധാരണയായി കണ്ടുവരുന്ന ചില റാഗിങ്ങും മറ്റും തുടരുന്നുണ്ടായിരുന്നു. ഹേമയ്ക്ക് അന്നയോടുള്ള സൗഹൃദം ദിനം പ്രതി വളർന്നുകൊണ്ടിരുന്നു. പക്ഷെ അന്ന അതിൽ നിന്നൊക്കെ ഒഴിവാകുന്നത് പതിവായിരുന്നു. ഹേമയിൽ അത് പരിഭവം സൃഷ്ടിച്ചു. ക്ലാസിൻ്റെ ഒരു മൂലയിൽ ആർക്കും പിടികൊടുക്കാതെ അവൾ ഒതുങ്ങിക്കൂടി. പക്ഷെ പഠനകാര്യങ്ങളിൽ അവൾ നന്നായിട്ട് ശ്രദ്ധിച്ചു മുന്നോട്ട് പോയിരുന്നു. പിന്നീട് അന്നയും ഹേമയും ഇരുന്ന ബെഞ്ചിലേക്ക് ഒരു പുതിയ കുട്ടി കൂടി വന്നു ചേർന്നു, പ്രിയ. അധികം ആരോടും സംസാരിക്കാത്ത ഒരു പരുക്കൻ സ്വഭാവരീതിയായിരുന്നു അവളുടേത്. പതിയെ പതിയെ ഹേമയുമായി അവൾ നല്ല സൗഹൃദത്തിലായി. അന്ന ഒരു മിണ്ടാപ്പൂച്ചയെ പോലെ അവരുടെ സൗഹൃദത്തെ കണ്ട് മനസ്സിൽ സന്തോഷിച്ചു. ഭക്ഷണം കഴിക്കുന്നത് പോലും അവൾ ഒറ്റയ്ക്കിരുന്നാണ്. അവരോട് അധികം ഇടപെടാറില്ല. എങ്കിലും ഹേമയ്ക്കും പ്രിയക്കും
അന്നയോട് വളരെ കാര്യമായിരുന്നു. അവരറിയാത്ത എന്തോ വലിയ കാര്യം അന്നയുടെ ജീവിതത്തിലുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ആരോടും ഒന്നും പറയാതിരിക്കാനുള്ള ശ്രമമാണ് അവൾ തിരഞ്ഞെടുത്ത ഈ ഒറ്റപ്പെടലെന്നത് അവരിൽ സംശയം സൃഷ്ടിച്ചു. ഒരാഴ്ച വളരെ വേഗം കടന്നുപോയി. ഒരു ദിവസം വൈകുന്നേരം കോളേജ് വിട്ട് പുറത്തേക്ക് നടക്കുകയായിരുന്നു അന്നയും ഹേമയും. പ്രിയ ഹോസ്റ്റലിലായതുകൊണ്ട് മറ്റാരുടെയോ കൂടെ പോയിരുന്നു. കോളേജ് ക്യാമ്പസിൽ നിന്നും പ്രധാന കവാടത്തിനരികിലേക്ക് നടക്കുകയായിരുന്ന അന്നയ്ക്കും ഹേമയ്ക്കും അരികിലൂടെ ഒരു ബെൻസ് കാറ് അതിവേഗം പൊടി പറത്തി മുന്നോട്ട് പാഞ്ഞു. പെട്ടെന്ന് തന്നെ കുറച്ച് മുന്നിലേക്ക് നിർത്തിയ ആ കാറിലേക്ക് മോഡേൺ വേഷധാരിയായ അതിസുന്ദരിയായൊരു പെൺകുട്ടി മുൻ സീറ്റിലേക്കുള്ള ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. അന്നയും ഹേമയും ആ കാഴ്ച കണ്ട് അല്പസമയം അവിടെ തന്നെ നിന്നു. ഡ്രൈവർ സീറ്റിന്റെ സൈഡ് മിററിലൂടെ തന്നെ രൂക്ഷമായി നോക്കുന്ന 2 നീലക്കണ്ണുകൾ അന്ന ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. കോളേജിലെ ആദ്യ ദിവസം നടന്ന സംഭവങ്ങളിലേക്ക് അവളുടെ ഓർമ്മകൾ സഞ്ചരിച്ചു. ഡി, നീ ഇതെന്തോ ഓർത്തോണ്ട് നിൽക്കുക? ഹേമയുടെ വാക്കുകൾ അന്നയെ ചിന്തയിൽ നിന്ന് ഉണർത്തി. അവൾ മുന്നോട്ട് നടന്നു. അന്ന, നീ ആ കാറിലിരുന്ന ആളെ കണ്ടോ? അന്ന മുഖം തിരിച്ച് ഹേമയെ നോക്കി. ഈ കോളേജിലെ ഹീറോയാണ്. ഫൈനൽ ഇയർ മെക്കാനിക്കൽ സ്റ്റുഡൻ്റാണ്. ഫെലിക്സ് മാമൻ. ആ പേര് അന്നയിൽ ഒരു ഭയമുളവാക്കി. കോടികൾ ആസ്തിയുള്ള ഏതോ വലിയ കമ്പനിയുടെ ഏക അവകാശിയാ. എൻ്റെ ഒരു കസിൻ ഇവിടെ പഠിക്കുന്ന കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ലേ? അവൻ്റെ ക്ലാസ്മേറ്റാ. ആള് മഹാ ചൂടനും തല്ലിപ്പൊളിയൊക്കെയാ. പക്ഷെ കോളേജിൽ എല്ലാവർക്കും നല്ല കാര്യമാണ്. അക്കാഡമിക് കാര്യങ്ങളിൽ ഒന്നാമനാണ്. അയാളിലാണ് ഈ വർഷത്തെ കോളേജിൻ്റെ റാങ്ക് പ്രതീക്ഷ. പോരാത്തതിനൊരു മികച്ച അത്ലറ്റുമാണ്. കോളേജിന് വേണ്ടി നേടിയ എണ്ണാനാകാത്ത വിജയങ്ങൾ. കോളേജിലെ ഒട്ടുമിക്ക പെൺകുട്ടികളുടെ ആരാധനാ കഥാപാത്രമാണ് ആശാൻ. പക്ഷെ ആർക്ക് നേരിൽ ചെന്ന് മിണ്ടാൻ പേടിയാ. വെട്ടൊന്നു തുണ്ടൻ 2. കലി ഇളകിയ ആന പിടിച്ചാൽ പോലും നിൽക്കില്ല. ഹേമയുടെ വാതോരാതെയുള്ള വർണ്ണന കേട്ട് അന്ന പ്രത്യേക ഭാവമാറ്റങ്ങളൊന്നും കാണിക്കാതെ അവൾക്കൊപ്പം നടന്നു നീങ്ങി. പിന്നെ ആള് നിന്നെപ്പോലല്ലെന്നാ കേട്ടത്. എന്നെപ്പോലെയോ? അന്ന അത്ഭുതത്തോടെ ഹേമയ്ക്ക് നേരെ മുഖം ചരിച്ചു. ആ, കൂട്ടുകാരെന്ന് വെച്ച ചങ്ക് പറിച്ചു കൊടുക്കും. ബന്ധങ്ങൾക്ക് എപ്പോഴും വലിയ വില നൽകുന്നവനാണെന്നാ കേട്ടത്. ഹേമയുടെ വാക്കുകൾ അന്നയുടെ ഹൃദയത്തിൽ വിലങ്ങി. ഇപ്പോൾ അവൻ്റെ കൂടെ കാറിൽ കയറിപ്പോയില്ലേ? അവളാണ് ഈ കോളേജിലെ സുന്ദരി, അലീന ഫ്രാൻസിസ്. ഫെലിക്സിൻ്റെ അതേ ബാച്ച്. ഏതോ ഫാമിലി ഫ്രണ്ടിൻ്റെ മകളാണ്. ഇവരൊന്നിച്ചാണ് പഠിച്ചതൊക്കെ. അഹങ്കാരത്തിൻ്റെ ഒരാൾ രൂപമാണ് അവള്. പിന്നെ ഫെലിക്സ് ഇവൾക്ക് നൽകുന്ന പരിഗണന അവൾ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. ഹേമ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു നിർത്തി. അല്ല ഹേമേ, നീ ഇത്രയും കാര്യങ്ങളൊക്കെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ചോ? അന്ന കുസൃതി ചിരിയോടെ ഹേമയെ കളിയാക്കി. അതല്ലടി, എൻ്റെ കസിൻ പറഞ്ഞതാ ഇതൊക്കെ. അന്ന് ആദ്യത്തെ ദിവസം ഞാൻ അവനെ കാണാൻ ക്ലാസ്സിൽ പോയിരുന്നല്ലോ. ആ ദിവസമാണ് ഈ ആശാൻ സസ്പെൻഷൻ കഴിഞ്ഞ് തിരികെ കോളേജിലേക്ക് വന്നത്. സസ്പെൻഷനോ? അതിൻ്റെ കാരണം നിനക്കറിയോ? അന്നയ്ക്കെന്തോ അതറിയാൻ ആകാംക്ഷയായിരുന്നു. തൻ്റെ മുന്നിൽ ഇറങ്ങിയേറിയ ആ സംഭവത്തിന് പിന്നിലെ കാരണങ്ങൾ അവൾ തിരഞ്ഞു. ഈ കോളേജിന് പിന്നിലൂടെ പുറത്തേക്ക് പോകാൻ മറ്റൊരു ഗേറ്റുണ്ടത്രേ. അവിടെ മതിൽക്കെട്ടിന് പുറത്തായി ഒരു അടഞ്ഞു കിടക്കുന്ന വലിയ കെട്ടിടമുണ്ട്. നമ്മുടെ കോളേജിൻ്റെ മറ്റൊരു വികൃത രൂപമാണ് അവിടെ. മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുക്കൾ കോളേജ് സ്റ്റുഡൻസിന് വിൽപ്പന നടത്തുന്ന ചില റാക്കറ്റുകൾ താവളമടിച്ചിരിക്കുന്നത് അവിടെയാണ്. അധികം ആരും അവിടേക്ക് പോകാറില്ല. ഇവിടെ തന്നെ ഫൈനൽ ഇയർ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയായ മലേഷ് യാദവ് എന്നൊരു ഹാഫ് നോർത്ത് ഇന്ത്യനാണ് അതിലെ മറ്റൊരു കണ്ണി. അതുമാത്രമല്ല, അവനും അവൻ്റെ കൂട്ടുകാരുമാണ് ഈ കോളേജിൻ്റെ ശത്രുരാജ്യം അടക്കി വാഴുന്നത്. മിക്കവാറും ഈ കോളേജിലെ അടിപിടിയെല്ലാം ഒരു തരത്തിൽ യുദ്ധങ്ങളാണെന്നാണ് പറയുന്നത്. ഫെലിക്സ് മാമനും മലേഷ് യാദവും തമ്മിലുള്ള നീതി നിർവഹണ പോരാട്ടങ്ങൾ. അതിനിടയിൽ 2 ആൾക്കും സസ്പെൻഷനൊക്കെ കിട്ടും. ഈ മലേഷും ഫെലിക്സിനെ പോലെ വമ്പൻ ടീമാണെന്നാണ് കേട്ടത്. തുല്യ ശക്തികളാ. പക്ഷെ ഫെലിക്സ് നേരുള്ളവനാ. അവനൊപ്പമാണ് ഈ കോളേജിലെ ഒരുവിധം എല്ലാവരും. ഹേമ ഒരു കഥ പോലെ പറഞ്ഞു നിർത്തി. അവളുടെ ഓരോ വാക്കുകളും അന്നയുടെ കാതിൽ അലയടിച്ചു. ചിലപ്പോൾ അന്ന് നടന്ന സംഭവങ്ങളുമായി ഹേമ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അവനായിരിക്കുമോ മലേഷ് യാദവ്? ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതോർത്ത് സമയം കളയണ്ട, അന്ന മനസ്സിൽ പറഞ്ഞു. കോളേജിലെ ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുകൊണ്ടിരുന്നു. പുസ്തകങ്ങളെയും പഠന വിഷയങ്ങളെയും കൂട്ടുകാരാക്കി അവൾ അതിനോട് ആത്മാർത്ഥത പുലർത്തി.
സാധാരണ കുട്ടികളെപ്പോലെ കോളേജ് ലൈഫ് ആസ്വദിക്കാനോ കൂട്ടുകാരോടൊപ്പം കളിചിരികളിൽ ഏർപ്പെടാനോ ഒന്നും അന്ന തയ്യാറായിരുന്നില്ല. അർഹതയില്ലാത്തതൊന്നും ആഗ്രഹിക്കാതിരിക്കാൻ അവൾ അവളുടെ മനസ്സിനെ ചങ്ങലക്കിട്ടു. അതൊന്നും പരിമിതമായ തൻ്റെ ജീവിത രീതികൾക്ക് യോജിച്ചതല്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഓർഫനേജും അമലാമ്മയും അവിടുത്തെ കുട്ടികളും അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. തൻ്റെ ജീവിത ലക്ഷ്യങ്ങളിൽ അവൾ ഉറച്ചു നിന്നു. പതിവ് പോലെ കോളേജിൽ ലഞ്ച് ബ്രേക്കിന് ബെല്ല് മുഴങ്ങി. ഹേമയും പ്രിയയും ക്യാൻറ്റീനിലേക്ക് പോകാനിറങ്ങി. അന്നയെ ഒരുപാട് നിർബന്ധിച്ചിട്ടും അവൾ സ്നേഹപൂർവ്വം നിരസിച്ചു. അതൊരു പതിവായതുകൊണ്ട് അവരന്നയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് ക്യാൻറ്റീനിലേക്ക് നടന്നു. അന്ന അവളുടെ ബാഗ് തുറന്ന് ലഞ്ച് ബോക്സ് പുറത്തേക്കെടുത്തു. കഴിക്കാനായി പാത്രം തുറന്നതും കേടായ ഭക്ഷണത്തിൻ്റെ ചെറിയ ഗന്ധം അവൾ തിരിച്ചറിഞ്ഞു. ഭക്ഷണം കേടായെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് ചെറിയ വിഷമം തോന്നി. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. എന്തായാലും അത് കഴിക്കാതെ അവൾക്ക് മുന്നിൽ മറ്റൊരു വഴിയില്ലായിരുന്നു. ക്യാൻറ്റീനിൽ പോയി കഴിക്കാൻ വേണ്ടി കയ്യിൽ പൈസയില്ല. വൈകുന്നേരം പോകാനുള്ള പൈസ കഷ്ടിച്ചേ അവളുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ക്ലാസ്സിൽ വെച്ച് കഴിച്ചാൽ തൊട്ടടുത്തിരിക്കുന്ന കുട്ടികൾക്കതൊരു ബുദ്ധിമുട്ടാവും. ഓരോന്നാലോചിച്ചുകൊണ്ട് അവൾ ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടന്നു. അവൾ പുറത്തു നിന്നുകൊണ്ട് ഹേമയെയും പ്രിയയെയും നോക്കി. അവരെ വിളിച്ചിട്ട് പോകാതെ ഒറ്റയ്ക്ക് വന്നുവെന്ന് കരുതുമെന്ന കാര്യം അന്ന ഓർത്തിരുന്നു. അവർ കാണാതെ ഒരു മൂലയിൽ ഒഴിഞ്ഞു കിടന്ന ടേബിളിലേക്ക് അവൾ പോയി തിരിഞ്ഞിരുന്നു. പാത്രം തുറന്ന് അവൾ കഴിക്കാൻ തുടങ്ങി. വിശപ്പിൻ്റെ വിലയറിയുന്നവൾക്ക് ഏത് ഭക്ഷണവും രുചികരമാണ്. അന്നയുടെ കാര്യത്തിലും അതായിരുന്നു സത്യം. സാധാരണ കുട്ടികളെപ്പോലെ വീട്ടിൽ നിന്നും ഉച്ചഭക്ഷണം കൊടുക്കാൻ അനാഥയായ അവൾക്ക് ആരുമില്ലായിരുന്നു. രാവിലെ കിട്ടുന്ന അതേ ആഹാരം തന്നെയാണ് അവൾ ഉച്ചയ്ക്കും കൊണ്ടുവരുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച സമയത്ത് ഉച്ചഭക്ഷണം അവിടെ തന്നെ ലഭിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും അല്ല അവസ്ഥ. ഓർഫനേജിലെ പരിമിതികൾ വെച്ച് നോക്കിയാൽ സാധാരണ പോലെ ഉച്ചഭക്ഷണം തയ്യാറാക്കി തന്നേക്കാൻ സാധിക്കുമായിരുന്നില്ല. ചിലപ്പോൾ ഉച്ചയ്ക്ക് ഏറെ വൈകിയായിരിക്കും ആരെങ്കിലും കനിഞ്ഞ് ഓർഫനേജിലേക്ക് ഭക്ഷണം എത്തിച്ചു തരിക. പട്ടിണി കിടന്ന എത്രയോ ദിവസങ്ങൾ അവൾ ഓരോന്നോർത്ത് രുചിയോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അന്ന ഇരിക്കുന്നതിന് തൊട്ടു പുറകിലായുള്ള ടേബിളിൽ സീനിയേഴ്സായ ചില പെൺകുട്ടികൾ വന്നിരുന്നു. പക്ഷെ അവൾ അത് ശ്രദ്ധിച്ചിരുന്നില്ല. അക്കൂട്ടത്തിൽ അന്ന് ഫെലിക്സിനൊപ്പം കാറിൽ കയറിപ്പോയ അലീന ഫ്രാൻസിസും ഉണ്ടായിരുന്നു. എന്താടി ഇവിടെ ഒരു പഴകിയ ഫുഡിൻ്റെ മണം? എന്നതായാലും ക്യാൻറ്റീനിലെ പഴകിയ ഫുഡിന് ഇത്രയും വൃത്തികെട്ട നാറ്റമില്ല. പിന്നിൽ നിന്നുമുള്ള സംസാരം കേട്ടാണ് തൊട്ടു പുറകിലായുള്ള ടേബിളിൽ ആരൊക്കെയോ വന്നിരുന്നു എന്ന കാര്യം അന്ന അറിഞ്ഞത്. അതവളിൽ ചെറിയ പരിഭ്രാന്തി നിറച്ചു. ദേണ്ടടി, ഒരുത്തി നമുക്ക് പുറകിലിരുന്ന് വെട്ടി വിഴുങ്ങുന്നു. അവിടുന്ന് ഈ വളിച്ച നാറ്റം. കൂട്ടത്തിലൊരുത്തി അതും പറഞ്ഞുകൊണ്ട് അന്നയുടെ ടേബിളിനരികിലേക്ക് വന്നു. അന്ന തലയുയർത്തി നിസ്സഹായതയോടെ അവളെ നോക്കി. അപ്പോൾ തന്നെ അലീന ഉൾപ്പെടെ ബാക്കി കുട്ടികളെല്ലാവരും എഴുന്നേറ്റ് അങ്ങോട്ട് വന്നു. അവർ പുച്ഛഭാവത്തിൽ അന്നയെ നോക്കി. അന്ന പെട്ടെന്ന് ഭക്ഷണം അടങ്ങിയ പാത്രം അടച്ച് കയ്യിൽ പിടിച്ചു. എന്താടി ഇത്? പട്ടികൾ പോലും തിന്നില്ലല്ലോ ഇതുപോലത്തെ വൃത്തികെട്ട ഭക്ഷണം. നീയൊക്കെ ഏത് കുപ്പത്തൊട്ടിന്ന് ഇറങ്ങി വന്നതാടി? നാശം! എന്തൊരു ബാഡ് സ്മെല്ലാണിതിന്. അലീന അതും പറഞ്ഞുകൊണ്ട് അവളെ അടിമുടി നോക്കി. അന്ന അവർക്ക് മുന്നിൽ അപമാനിതയായി തലകുനിച്ച് നിൽക്കുകയായിരുന്നു. നോക്കടി അലീനെ, അവളുടെ ഡ്രസ് കോഡ് കണ്ടോ? യാതൊരു പരസ്പര ബന്ധവുമില്ലാത്ത പഴയകാല സിനിമാ നടിമാരെ പോലെ. കണ്ടിട്ടേതോ ലോക്കൽ സെറ്റപ്പാണെന്ന് തോന്നുന്നു. കൂട്ടത്തിലൊരുത്തി പരിഹാസത്തോടെ പറഞ്ഞു. അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. അപമാനഭാരത്താൽ അന്നയുടെ നിയന്ത്രണം വിട്ടു. അവളുടെ കണ്ണുകളിൽ കോപം എരിച്ചു കയറി. പ്ലീസ് ഒന്ന് നിർത്ത്! അന്നയുടെ ശബ്ദമുയർന്നു. ഒരു നിമിഷം അവരുടെ കൂട്ടച്ചിരി നിലച്ചു. അവിടെ നിശബ്ദമായി. അലീനയിലെ ഈഗോ തിളച്ചു പൊങ്ങി. പൊടുന്നനെ അവൾ കൈകൾ ഉയർത്തി അന്നയുടെ കൈവശം അടച്ചു വെച്ചിരുന്ന ഭക്ഷണപാത്രം ശക്തിയായി തട്ടിത്തെറിപ്പിച്ചു. ഭിത്തിയിലിടിച്ച് മുഴങ്ങുന്ന ശബ്ദത്തോടെ അത് നിലം പതിച്ചു. പാത്രത്തിൽ അവശേഷിച്ച ബ്രെഡും കടലക്കറിയും നാലുപാടും ചിതറി വീണു. അവളുടെ ആ പ്രവൃത്തി അന്നയിലെ ക്ഷമയുടെ കടിഞ്ഞാൺ തകർത്തിരുന്നു. അടുത്ത നിമിഷം അന്ന തൻ്റെ എച്ചിൽ പുരണ്ട വലത് കൈ വീശി അലീനയുടെ കവിളിൽ ശക്തിയായി അടിച്ചു. അപ്രതീക്ഷിതമായി ക്യാൻറ്റീനിലേക്ക് കയറി വന്ന ഫെലിക്സ് ആ കാഴ്ച കണ്ടുകൊണ്ട് അന്നയുടെ അരികിലേക്ക് അരിശത്തോടെ നടന്നെടുത്തു. ഒരു കുറ്റവാളിയെ നോക്കും പോലെ അവളെ രൗദ്രഭാവത്തോടെ നോക്കി.
കവിളിൽ കൈയമർത്തി നിറഞ്ഞ കണ്ണുകളുമായി രോക്ഷത്തോടെ അന്നയെ നോക്കി നിൽക്കുന്ന അലീനയിലേക്ക് അവൻ ദൃഷ്ടി പതിച്ചു. ഒരു ഭാവമാറ്റത്തോടെ അന്നയ്ക്കരികിലേക്ക് തിരിഞ്ഞ ഫെലിക്സിന്റെ ബലിഷ്ഠമായ കൈപ്പത്തി അവളുടെ ഇരു കവിളിലും ആഞ്ഞു പതിച്ചു. അടിയുടെ ആഘാതത്തിൽ അവൾ നിലത്തേക്ക് വീണു. അലീനയുടെ ചുണ്ടിൽ ഒരു വിജയിയുടെ വഷളമായ ചിരി വിടർന്നു. ക്യാൻറ്റീനിലുണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികളടക്കം എല്ലാവരും അവർക്കരികിലേക്ക് ഓടിക്കൂടി. കൂട്ടത്തിൽ ഹേമയും പ്രിയയും കാര്യമെന്താണെന്നറിയാതെ വീണ് കിടക്കുന്ന അന്നയ്ക്കരികിലേക്ക് പാഞ്ഞു വന്നു. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പുച്ഛത്തോടെ ചുറ്റിലും അന്നയെ നോക്കുന്ന കണ്ണുകൾ തൻ്റെ കണ്ണുനീർ തളം കെട്ടിയ കണ്ണുകളാൽ അവൾ തിരിച്ചറിഞ്ഞു. അന്ന പെട്ടെന്ന് കണ്ണുകൾ തുടച്ച് നിലത്ത് വീണ് കിടക്കുന്ന പാത്രമെടുത്ത് ചിതറിക്കിടക്കുന്ന അവശേഷിച്ച ബ്രെഡ് കഷ്ണങ്ങളും മറ്റും പെറുക്കി അതിലേക്കിട്ടു. ശേഷം അലീനയ്ക്കരികിലേക്ക് ചെന്ന് നിന്നു. ഇന്ന് നീ ഈ തട്ടിത്തെറിപ്പിച്ച ആഹാരം ഒരാളുടെ വിശപ്പിൻ്റെ വിലയായിരുന്നു. ഞാൻ കുപ്പത്തൊട്ടിയിൽ നിന്നും നായ്ക്കൾ പോലും കഴിക്കാത്ത ഭക്ഷണം കഴിക്കുന്നവളാ. അതിലെനിക്ക് അഭിമാനമുള്ളൂ. ഒരു നേരത്തെ പട്ടിണി അകറ്റാൻ ഞാൻ അതുമാത്രമേ എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരിക്കൽ നീ ഈ കാണുന്ന ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി തെരുവുകളിൽ അലയും. നിങ്ങൾക്ക് മുന്നിൽ അപമാനിതയാകേണ്ടി വന്ന നിസ്സഹായായ ഒരു പെണ്ണിൻ്റെ വാക്കാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഫെലിക്സിൻ്റെ കണ്ണുകളിലേക്ക് അമർഷത്തോടെ നോക്കിക്കൊണ്ടവൾ പുറത്തേക്ക് നടന്നു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.